ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വിഷുവൊക്കെ ഇങ്ങോട്ട് ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ വിഷു സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പച്ച നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. പച്ചമാങ്ങ അച്ചാർ പോലെ ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഞാനിവിടെ ഒരു 11 പച്ചനെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത് പച്ചനെല്ലിക്ക യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഗുണങ്ങളുള്ളൊരു അച്ചാറാണ്. പച്ചനെല്ലിക്കയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് ഈ അച്ചാറിൽ നിന്ന് കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ അച്ചാർ വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാറാകുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം. ഞാനിവിടെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും 2-3 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കായം പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കായം പൊടി ഞാനിവിടെ ഒരു 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറിയ ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിതുപോലെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എരിവും അതുപോലെ തന്നെ കളറും എല്ലാം നന്നായിട്ട് ബാലൻസ് ആയി കിട്ടിക്കോളും. എന്നിട്ട് ഈ മുളക് പൊടിയുടെ പച്ചമണക്ക് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അച്ചാറിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കുക, എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മേത്തേക്ക് തെറിക്കാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ അച്ചാറൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തിരുമ്മി വെച്ചിട്ടുള്ള ആ ഒരു നെല്ലിക്ക ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് നമ്മൾ നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണ്. നെല്ലിക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ നെല്ലിക്കയ്ക്ക് പുളി അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഇവിടെ 2 നാരങ്ങയുടെ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അതുപോലെ ഉലുവ, കായം ഇതൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ആറി കഴിയുമ്പോൾ നമുക്കിത് എയർ ടൈറ്റായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്. ഉണ്ടാക്കി നമുക്ക് പിറ്റേന്ന് മുതൽ യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ വിഷുവിന് സദ്യക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.